ഏവർക്കും ഹിത മീഡിയ ടെക്നിക്കൽ വിങ്ങിലേക്ക് സ്വാഗതം. ഓൺലൈൻ ക്ലാസ് രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ തീവ്ര ശ്രമങ്ങൾ നടക്കുന്നതിനിടെ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ ജൂൺ 1 മുതൽ തന്നെ കേരള സർക്കാർ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞു. സ്മാർട്ട് ഫോണുകളും ടാബുകളും കമ്പ്യൂട്ടറുകളും ടിവിയുമെല്ലാം ഇതോടെ ഒഴിവാക്കാൻ സാധിക്കാത്തവയായി മാറി. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനും ഉറക്കാനും ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ പഠനാവശ്യത്തിന് ഒഴിച്ചുകൂടാനാവാത്തവയായി മാറി. പഠനത്തിന് സ്മാർട്ട് ഫോൺ അത്യാവശ്യമായി മാറിയെങ്കിലും കുട്ടികളുടെ കണ്ണിൻ്റെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ അക്കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധിക്കണം. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അതിനാൽ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മീഡിയകൾ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നൽകരുത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ദിവസം 1 മണിക്കൂറിൽ കൂടുതൽ ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടിയാൽ കണ്ണിന് സ്ട്രെയിൻ. സ്മാർട്ട് ഫോണിൽ സൂക്ഷ്മമായി നോക്കിയിരിക്കുന്നതിൻ്റെ ദൈർഘ്യം കൂടുമ്പോഴാണ് കണ്ണിന് ആയാസം അഥവാ സ്ട്രെയിൻ അനുഭവപ്പെടുന്നത്. ഇത് അസ്തനോപ്പിയ എന്ന് അറിയപ്പെടുന്നു. കാഴ്ചമങ്ങൽ, വസ്തുക്കളെ രണ്ടായി കാണൽ, ക്ഷീണം, അകലത്തിലുള്ള കാഴ്ചകൾ വ്യക്തമാവാതിരിക്കൽ, തലവേദന, കണ്ണിന് വേദന എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. തലവേദനയും കണ്ണുവേദനയും സ്മാർട്ട് ഫോൺ ഉപയോഗം അമിതമാവുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ്. ഇത് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന രോഗാവസ്ഥയ്ക്ക് ഇടയാക്കും. ഡിജിറ്റൽ സ്ക്രീനുകളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ഒരു കൂട്ടം കാഴ്ചാ പ്രശ്നങ്ങളെയാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. പകൽ മുഴുവൻ ഓൺലൈൻ ക്ലാസുകളിൽ ഇരുന്ന് അത് കഴിഞ്ഞാൽ വിനോദത്തിനായി വീണ്ടും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത് ഈ പ്രശ്നം തീവ്രമാക്കും. വെളിച്ചം അധികം ഇല്ലാത്ത സമയങ്ങളിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം, സ്ക്രീനും കണ്ണുകളും തമ്മിൽ ആരോഗ്യകരമായ അകലം പാലിക്കാത്തത്, കാഴ്ചാ പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാത്തത് തുടങ്ങിയവയൊക്കെ ഇതിന് കാരണമാകാം. കണ്ണിന് അസ്വസ്ഥത, വിങ്ങൽ, കണ്ണിൽ ചുവപ്പ്, കണ്ണിൽ വെള്ളം നിറയൽ, തലവേദന, മങ്ങിയ കാഴ്ച, കണ്ണിന് വരൾച്ച, അസ്വസ്ഥത എന്നിവയൊക്കെയാണ് ഈ പ്രശ്നത്തിൻ്റെ ലക്ഷണങ്ങൾ. പരിഹാരം: 20-20-20 നിയമം. തുടർച്ചയായി ദീർഘനേരം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കണ്ണിന് ക്ഷീണമുണ്ടാക്കും. കാഴ്ച തുടർച്ചയായി അടുത്ത് ഫോക്കസ് ചെയ്യുന്നത് കണ്ണിന് ആയാസം കൂട്ടും. അതിനാൽ 20 മിനിറ്റ് തുടർച്ചയായി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാൽ ഏകദേശം 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നേരം നോക്കിയിരിക്കണം. 20-20-20 ലോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കണ്ണിൻ്റെ ആയാസം കുറയ്ക്കും. ഡിജിറ്റൽ മോണിറ്ററുകളിൽ ദീർഘനേരം നോക്കിയിരിക്കുമ്പോൾ കണ്ണ് ചുമന്നതിൻ്റെ നിരക്ക് കുറയാറുണ്ട്. ഇടയ്ക്ക് കണ്ണ് ചുമക്കുകയാണ് ഇതിനുള്ള പരിഹാരം. സാധാരണയായി 1 മിനിറ്റിൽ കുറഞ്ഞത് 16 തവണയെങ്കിലും കണ്ണ് ചിമ്മണം. ഇത് കണ്ണിൽ ജലാംശം നിലനിർത്തി കണ്ണിനെ ഫ്രഷാക്കും. തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകുക. രക്തചംക്രമണം മെച്ചപ്പെടുത്തി നീർക്കെട്ടും വീർപ്പും കുറച്ച് കണ്ണിന് സുഖം നൽകാനും ഉന്മേഷം വീണ്ടെടുക്കാനും ഇത് സഹായിക്കും. കണ്ണിന് വരൾച്ച. ദീർഘനേരം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ കണ്ണിലെ ജലാംശം നഷ്ടപ്പെടും. അപ്പോഴാണ് കണ്ണിന് വരൾച്ച ഉണ്ടാകുന്നത്. AC, ഫാൻ എന്നിവയുടെ സാന്നിധ്യം കണ്ണിലെ ഈർപ്പം വറ്റുന്നതിൻ്റെ തോത് കൂട്ടും. കണ്ണിൽ പുകച്ചിൽ, ചൊറിച്ചിൽ, ചുവപ്പ്, കണ്ണിൽ കരുകരുപ്പ്, ക്ഷീണം, വരണ്ട പോലെ തോന്നൽ, മങ്ങിയ കാഴ്ച എന്നിവയാണ് ലക്ഷണങ്ങൾ. പരിഹാരം: സ്മാർട്ട് ഫോൺ കണ്ണിനോട് അടുപ്പിച്ച് പിടിച്ചു നോക്കുന്നതും കിടന്ന് വീഡിയോ കാണുന്നതും ഒഴിവാക്കണം. 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഇടവേളയെടുക്കണം. ഇടയ്ക്കിടെ കണ്ണ് ചിമ്മാൻ മറക്കരുത്. ഡോക്ടറുടെ സഹായത്തോടെ കണ്ണിനെ ആർദ്രമാക്കാനുള്ള ഐ ഡ്രോപ്പുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. അണുബാധയോ മറ്റോ കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണം. കണ്ണിലെ പേശികളുടെ ചുരുക്കം അടുത്തുള്ള ഒരു ദൃശ്യം വ്യക്തമായി കാണാൻ കണ്ണുകൾ അവയുടെ പവർ സ്വയം ക്രമീകരിക്കുന്ന സംവിധാനത്തെയാണ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഒരു ക്യാമറയിലെ ലെൻസിൻ്റെ പ്രവർത്തനം പോലെയാണിത്. അമിതമായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരിൽ ചിലപ്പോൾ ഈ അക്കമഡേഷൻ റിലീസ് ചെയ്യാതെ കണ്ണിലെ സീലിയറി പേശികൾ ചുരുങ്ങിയ അവസ്ഥയിൽ തന്നെ നിലനിൽക്കും. നിരന്തര ഉപയോഗം മൂലം കണ്ണിലെ പേശികൾ സ്ഥിരമായി ഇത്തരത്തിൽ ക്രമീകരിക്കുന്നതാണ് ഇതിന് കാരണം. ഈ അവസ്ഥയാണ് അക്കമഡേറ്റീവ് സ്പാസം. പരിഹാരം: കൃത്യമായ അളവിലുള്ള കണ്ണട, കോണ്ടാക്ട് ലെൻസ്, കാഴ്ചയെ സഹായിക്കുന്ന വ്യായാമങ്ങൾ എന്നിവയാണ് പരിഹാരം. ഇതിന് ഡോക്ടറുടെ സഹായം തേടാം. കണ്ണട വയ്ക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത്: കാഴ്ചാ വൈകല്യങ്ങളെ തുടർന്ന് സ്ഥിരമായി കണ്ണട വയ്ക്കുന്ന കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴും കണ്ണട വയ്ക്കണം. ഇല്ലെങ്കിൽ കാഴ്ചാ പ്രശ്നങ്ങളുണ്ടാകും.
വർഷത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിപ്പിക്കണം. ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പായി കുട്ടികളുടെ കണ്ണ് പരിശോധിപ്പിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കണം. ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. രാത്രിയിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം വേണ്ട. പകൽ മുഴുവനുമുള്ള ഓൺലൈൻ ക്ലാസ്സിന് ശേഷം സിനിമ കാണാനും ഗെയിം കളിക്കാനും വീണ്ടും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കണ്ണിന് കൂടുതൽ ദോഷം ചെയ്യും. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ എന്നിവയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ബ്ലൂ ലൈറ്റ് രാത്രിയിൽ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അൾട്രാവയലറ്റ് രശ്മികളെപ്പോലെ സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നവയാണ് HEV ലൈറ്റ്. തരംഗദൈർഘ്യം കുറഞ്ഞതും ഉയർന്ന ഫ്രീക്വൻസിയും ഉയർന്ന ഊർജ്ജനിലയിലുമുള്ള ഇത് 400-450 nm വയലറ്റ് ഓർ ബ്ലൂ സ്പെക്ട്രം ബാൻഡിലുള്ളതാണ്. പകൽ വെളിച്ചമാണെന്ന് മസ്തിഷ്കത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതോടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുന്നതിന് മസ്തിഷ്കത്തിലെ പീനിയൽ ഗ്രന്ഥി തടയുന്നു. സ്ഥിരമായി ഇത് തുടരുന്നത് ശരീരത്തിൻ്റെ ജൈവഘടികാരത്തിൻ്റെ താളം തെറ്റിക്കുകയും ഉറക്കമില്ലായ്മയ്ക്ക് ഇടയാക്കുകയും ചെയ്യും. ഇത് പതിവായാൽ കണ്ണിൽ ചുവപ്പും വിങ്ങലും മാനസികാസ്വസ്ഥതകൾ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. കണ്ണിനെ സംരക്ഷിക്കാൻ ടിപ്സ്. ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടിയുടെ കണ്ണ് പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. ഭൂരിഭാഗം കുട്ടികളും ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ സംവിധാനങ്ങളോട് യോജിച്ചു പോകാൻ അവർക്ക് സമയം നൽകണം. കുട്ടിക്ക് അമിത സമ്മർദ്ദം നൽകരുത്. കുട്ടികൾ പതുക്കെ അതുമായി പൊരുത്തപ്പെടും. ഓൺലൈൻ ക്ലാസ്സുമായി പൊരുത്തപ്പെട്ടു പോകുന്നതുവരെ കുട്ടിക്കൊപ്പം മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമോ ഇരിക്കുന്നത് നല്ലതാണ്. കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കാൻ ഇതുവഴി സാധിക്കും. കുട്ടികൾക്ക് അക്കാര്യങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിച്ചെന്നു വരില്ല. കണ്ണട ഉപയോഗിക്കുന്ന കുട്ടികൾ നിർബന്ധമായും ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് കണ്ണട വെക്കണം. പവർ ഗ്ലാസ് ഉപയോഗിക്കുന്ന കുട്ടികൾ ഇടയ്ക്ക് ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിപ്പിക്കുന്നത് നല്ലതാണ്. തുടർ പരിശോധനകൾ ഒരിക്കലും മുടക്കരുത്. വളരെ ചെറിയ സ്ക്രീനുള്ള സ്മാർട്ട് ഫോണിൽ ദീർഘനേരം നോക്കുന്നത് കണ്ണിന് സ്ട്രെയിൻ കൂട്ടും. അതിനാൽ വലിയ സ്ക്രീനുള്ള ഫോണുകൾ ഹോറിസോണ്ടൽ മോഡിലിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ടിവിയോ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ ഉപയോഗിക്കുക. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ വലിയ ഫോണ്ട് ഉപയോഗിക്കുക. കുട്ടികളുടെ കണ്ണും സ്മാർട്ട് ഫോണും തമ്മിലുള്ള ദൂരം ആരോഗ്യകരമായി ക്രമീകരിക്കണം. മുഖത്തോട് വളരെ അടുപ്പിച്ചുകൊണ്ടും കിടന്നുകൊണ്ടും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത്. കൈ അകലത്തിൽ സ്മാർട്ട് ഫോൺ വെക്കുന്നതാണ് നല്ലത്. വെളുത്ത പ്രതലത്തിലെ കറുത്ത അക്ഷരങ്ങളാണ് കണ്ണിന് നല്ലത്. പിക്സലുകളിലെ ഏറ്റക്കുറച്ചിലുകളും പശ്ചാത്തല നിറങ്ങളിലെ തുടരെയുള്ള മാറ്റങ്ങളും കണ്ണിന് അസ്വസ്ഥതയുണ്ടാക്കും. ഫോൺ കയ്യിൽ പിടിച്ചിരുന്ന് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യരുത്. ഫോൺ കൃത്യമായി കാണുന്ന തരത്തിൽ വയ്ക്കാവുന്ന ചെറിയ സ്റ്റാൻഡുകൾ ഇന്ന് ലഭ്യമാണ്. അവയിൽ ഉറപ്പിച്ച് ഹോറിസോണ്ടൽ മോഡിൽ ഫോൺ സ്ക്രീൻ വെച്ച ശേഷം ക്ലാസുകൾ കാണാം. ടാബുകളും ഇതേ രീതിയിൽ സ്റ്റാൻഡുകളിൽ ഉറപ്പിച്ച് ഉപയോഗിക്കാം. ഓരോ ഓൺലൈൻ ക്ലാസുകൾക്കിടയിലും അല്പസമയം ഇടവേള എടുക്കണം. തുടർച്ചയായി ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഇടവേള എടുക്കുന്ന സമയത്ത് കണ്ണ് കഴുകുക, വെള്ളം കുടിക്കുക തുടങ്ങിയവ ചെയ്യാൻ കുട്ടിയെ ശീലിപ്പിക്കുക. കുട്ടി ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന മുറിയിലെ വെളിച്ചം ആരോഗ്യകരമായി ക്രമീകരിക്കണം. ഇതിന് അനുസരിച്ച് സ്മാർട്ട് ഫോൺ സെറ്റിംഗ്സിലെ ബ്രൈറ്റ്നസ് ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഇത് ഫോണിൽ നിന്നുള്ള വെളിച്ചം കണ്ണിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് അകറ്റും. ഫോണിലെ കോൺട്രാസ്റ്റും ക്രമീകരിക്കണം. ഇത് കൂടിയാൽ നിറങ്ങളുടെയും ഫോണ്ടുകളുടെയും ഡെപ്ത് കൂട്ടി കണ്ണിൽ അസ്വസ്ഥതയുണ്ടാക്കും. കോൺട്രാസ്റ്റ് വളരെ കുറഞ്ഞാൽ ഫോണ്ടുകൾ അവ്യക്തമാക്കി കണ്ണിന് സ്ട്രെയിൻ കൂട്ടുകയും ചെയ്യും. സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സ്ക്രീനുകൾ ഇരുട്ടിൽ ഉപയോഗിക്കരുത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കണ്ണിലെ ഫോട്ടോ റെസിപ്റ്റുകളിൽ ഒന്നായ റോഡ് കോശങ്ങളാണ്. ചുറ്റിലും വെളിച്ചമില്ലാതെ സ്മാർട്ട് ഫോണിലെ നീല വെളിച്ചത്തിൽ കണ്ണുകൾ ജോലി ചെയ്യുന്നത് റോഡ് കോശങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാനിടയാക്കും. ഇത് അവയുടെ സ്ക്രെയിൻ കൂട്ടി കാഴ്ചാ വൈകല്യങ്ങൾക്ക് ഇടയാക്കും. വെളിച്ചത്തിൻ്റെ ലഭ്യതക്കനുസരിച്ച് സ്മാർട്ട് ഫോൺ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്താം. വിവിധ നിറങ്ങളിലും ഫോണ്ടുകളിലുമുള്ള ഓരോ വെബ് പേജുകളും മങ്ങിയ വെളിച്ചത്തിൽ മാറി മാറി വരുമ്പോൾ കണ്ണുകൾ തുടർച്ചയായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത് സ്ട്രെയിൻ ഉണ്ടാക്കും. രാത്രി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടി വന്നാൽ നെറ്റ് മോഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നൈറ്റ് മോഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ്.
ഓൺലൈൻ ക്ലാസ്സിന് ശേഷം രാത്രി വീണ്ടും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കുട്ടികളെ അനുവദിക്കരുത്. സ്മാർട്ട് ഫോണിൽ വീഡിയോ കാണുന്നതും വീഡിയോ ഗെയിം കളിക്കുന്നതുമൊക്കെ കണ്ണിന് സ്ട്രെയിൻ കൂട്ടും. പഠനത്തിന് ശേഷമുള്ള ഇത്തരം സമയങ്ങളിൽ ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്ന് കളികളിലോ മറ്റോ പങ്കെടുക്കാം. ശാരീരിക വ്യായാമം ലഭിക്കുന്ന തരം കളികളിൽ നിർബന്ധമായും പങ്കെടുക്കണം. വീടിൻ്റെ ബാൽക്കണിയിലോ ടെറസിലോ പോലും പോയി കളിക്കാം. ക്ലാസുകൾ ഓൺലൈൻ ആകുമ്പോൾ വിനോദങ്ങൾ ഓഫ്ലൈൻ ആകട്ടെ. രാത്രി സമയങ്ങളിൽ വിനോദങ്ങൾക്കായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ശീലം കുടുംബാംഗങ്ങളും ഒഴിവാക്കണം. കുട്ടികൾക്ക് മാതൃകയാവണം മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും എന്ന് ഓർക്കണം. നിങ്ങളാണ് അവർക്ക് വഴികാട്ടിയാകേണ്ടത്.